ഇത് നമ്മുടെ ചീരച്ചേമ്പ്, സ്വാദിഷ്ടമായ ചീരച്ചേമ്പിന്റെ വീഡിയോ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. 2 ചീരച്ചേമ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ തൈകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ധാരാളം പേര് ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വയലറ്റ് ചീരച്ചേമ്പിന്റെയും 1-2 തൈകൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ചോദിച്ചവർക്ക് അയച്ചു കൊടുത്തു. ഇപ്പൊ അടുത്ത് വീണ്ടും കുഞ്ഞു കുഞ്ഞു തൈകൾ അതിലായി വരുന്നുണ്ട്. വയലറ്റ് ചീരച്ചേമ്പിന് തൈകൾ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേസമയം ഇതിനങ്ങനെ ഇല്ല കേട്ടോ. ഇത് ധാരാളം തൈകൾ ഉണ്ടാവും. നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സിലോട്ട് ശ്രദ്ധ തിരിയാനുള്ള കാരണം ഞാൻ ഇതുപോലെ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സ്ഥലപരിമിതി കാരണം പുറത്തുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് വെക്കുക എന്ന് പറയുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നല്ല രീതിയിൽ കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ പിന്നെ ഓർക്കിഡ്, ആന്തൂറിയം അങ്ങനെ കുറെ വെറൈറ്റീസ് വെയിൽ വേണ്ടാത്ത അത്തരത്തിലുള്ള പ്ലാന്റ്സിന് പിറകെ പോകണം. അപ്പോൾ നമുക്ക് ഇൻഡോറിലും വെക്കാൻ പറ്റുന്ന ധാരാളം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അധികം കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മളെ ഇൻഡോറൊക്കെ നല്ല ഗ്രീനിഷ് ലുക്കിൽ നല്ല വൈബ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ധാരാളം പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ 1-2 പ്ലാന്റ്സിന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. സി സി പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റബ്ബർ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സി പ്ലാന്റ് ഇത് വാട്ടറിലൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഇട്ടതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാൻ ഇട്ടതാണ്. ഇതിനു മുന്നേ ഒരിക്കൽ കാണിച്ചതാണ്. ഇതിപ്പോ നമുക്ക് മണ്ണിലോട്ട് വെക്കാനുള്ള അല്ലെങ്കിൽ ചകിരിച്ചോറിലോട്ട് വെക്കാനുള്ള സമയമായി കേട്ടോ. അപ്പൊ അതിനി അടുത്ത ദിവസം അത് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടോ, ഈ പ്ലാന്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഫിഗ് ആണ്. ഫിഗ് എന്ന് പറയുമ്പോൾ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ഇൻഡോറിലൊക്കെ നല്ല, ചിലർക്കൊക്കെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്ക് വീടിന് അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും നല്ലൊരു വൈൽഡ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് വീടിനകമൊക്കെ നല്ല വൈൽഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഒരു വൈബ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫിഗ്. അപ്പൊ ഇത് നമ്മുടെ നഴ്സറിയിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇതിന്റെ കുഞ്ഞു തൈകളൊക്കെ കാണുമ്പോൾ തേക്കിൻ തൈ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനൊരു തേക്കിന്റെ ഇലയുടെ ഒരു ഇതില്ലേ, പല വെറൈറ്റി ഫിഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ സാധാരണ ഒരു നോർമൽ വെറൈറ്റിയാണ്. ഇതിങ്ങനെ കമ്പായിട്ട് നല്ല ഹൈറ്റിൽ പോകുന്ന തേക്കിന്റെ തൈ ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് പോകില്ലേ, ആ സെയിം രീതിയിൽ പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതിന്റെ കോമ്പാക്റ്റും കിട്ടുന്നുണ്ട്, മിനിയേച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കുഞ്ഞിലെ തന്നെ ബ്രാഞ്ച് ഔട്ടായി വരുന്നതുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എൻ്റെ ഈ ഒരു വെറൈറ്റിയേ ഉള്ളു കേട്ടോ. ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസിയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ കെയറിങ്ങും ഈസിയാണ്, ലോ മെയിൻ്റനൻസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ വെള്ളീച്ച അങ്ങനത്തെ എന്തെങ്കിലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണിയുടെ ആക്രമണമൊക്കെ ചില സമയത്ത് കാണാറുണ്ട്. ആ സമയത്ത് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അങ്ങനത്തെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇലകളൊക്കെ ഒന്ന് പച്ചവെള്ളം കൊണ്ട് തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഒന്ന് നനച്ചിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിനകത്ത് ഇരിക്കും കേട്ടോ. പിന്നെ ഇതിന് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ മണ്ണിലെ ഈർപ്പം, നമ്മൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ആ ഈർപ്പം നമ്മൾ നോക്കി തീരെ ഡ്രൈ ആവുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്തരത്തിൽ നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് നല്ല രീതിയിൽ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. പിന്നെ ഇത് ഒരു പ്രധാനമായിട്ട് ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡോർ പ്ലാന്റ് ആണെന്ന് കരുതി കൊണ്ടുവന്ന് ഇതിനെ ഒരു ഇരുട്ട് മൂലയിലൊന്നും ആരും കൊണ്ടുവയ്ക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ വാടി പൊഴിഞ്ഞു പോകും കേട്ടോ. ഇപ്പൊ ഇൻഡോർ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഈ ഫിഡിൽ ലീഫ് കൊടുക്കും. 1 മാസം കഴിഞ്ഞിട്ട് വന്ന് പറയും, അയ്യോ ഞാൻ വാങ്ങിക്കൊണ്ടുപോയ ലീഫിന്റെ പ്ലാന്റിന്റെ ഇലകൾ അത്രയും കൊഴിഞ്ഞു പോയി എന്ന് പറയും. അപ്പൊ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ കൊണ്ടുപോയി വെച്ചത് ഒരു ഇരുട്ട് മൂലയിലാണ്. അങ്ങനെ വെക്കരുത് കേട്ടോ. ഒരു പ്രകാശം കിട്ടുന്ന, അപ്പം നമ്മുടെ ലിവിങ് റൂമിലായിരുന്നാലും ബെഡ്റൂമിലായിരുന്നാലും ഒക്കെ ഒരു വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗം ആ റൂമിനകത്തുണ്ടാവുമല്ലോ, ആ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പം ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ രീതി എന്ന് പറയുന്നത് കാണിക്കുന്നതിന് മുന്നേ പറയാനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തിരുന്നാൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുകയോ പുതിയ അറിവുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ടൊന്ന് കാണിച്ചാണ്. ഇത് കണ്ടോ, ഞാനിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത് കേട്ടോ, കണ്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ തൊട്ട് താഴേന്ന് പുതിയ കിളിർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ബ്രാഞ്ച് ഞാനൊന്ന് വെറും ചകിരിച്ചോറും മണലും ചേർന്നൊരു മിശ്രിതത്തിലാണ് ഇത് കുത്തിവെച്ചത് കേട്ടോ. അപ്പം അതിത് നല്ലതുപോലെ മുളച്ച് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ ഇത് നല്ലൊരു കുഞ്ഞു ഫിഡിൽ ലീഫ് ഫിഗായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റിന്റെ പ്രത്യേകത, ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ അടി മുതലുള്ള ലീഫുകളെല്ലാം നിറഞ്ഞു നിൽക്കണം, എന്നാലും മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ബ്രാഞ്ചിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇളക്കി വെച്ചാൽ നമുക്ക് ഇനി ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഇതിൽ പുതിയ ബ്രാഞ്ച് വരും. അപ്പം ഇത് ഇന്നിങ്ങനെ തൈകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ പ്ലാന്റിൽ നിന്ന്. അതുപോലെ തന്നെ ബ്രാഞ്ച് വെച്ചതാണ് കണ്ടോ, ഇതൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഇത് ഞാൻ ഇളക്കുന്നില്ല, ഇത് കുഞ്ഞു പ്ലാന്റ് അല്ലേ. അപ്പം അതിനെ ഒന്ന് ഇളക്കി കാണിക്കാം കേട്ടോ. വേര് വന്നിരിക്കുന്നത് ഇതാണ്ടോ, ധാരാളം നല്ല വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെറും ചകിരിച്ചോറിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇതിൽ വേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ വേരുകളാണ് കേട്ടോ. അപ്പൊ ഇതിനെ ഇനി നല്ലൊരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറും മണലുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ ഉപയോഗിക്കാറില്ല, മണലാണ് ഉപയോഗിക്കുന്നത്. മണലും ചകിരിച്ചോറും ഒരൽപ്പം എല്ലുപൊടി, ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്ക്, ഒരു ശകലം ചാണകപ്പൊടി, പിന്നെ പെർലേറ്റ് ഉണ്ടെങ്കിൽ പെർലേറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് അധികം വെള്ളം വേണ്ട എന്നുള്ള പ്ലാന്റ്സിനൊക്കെ പെർലേറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആ സമയത്ത് ഇത് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇല എടുത്തിട്ട്, ഇല മുളയ്ക്കുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പം, ബ്രാഞ്ചസ് ഒക്കെ വെച്ച് പിടിപ്പിക്കും, അടിഭാഗത്തുള്ള ഇലകൾ നമ്മൾ മാറ്റിയിട്ടല്ലേ വെച്ച് പിടിപ്പിക്കാനുള്ള. അപ്പം അങ്ങനെ ഇളക്കി മാറ്റിയ ഒരു ലീഫ് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെച്ചപ്പോൾ മുതലേ ആ ഫ്രഷ്നെസ് അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ വേരുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. വേര് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടോ, ധാരാളം വേരുകൾ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇല വെച്ചിട്ട് നമുക്ക് ഫിഡിൽ ലീഫ് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് നമ്മൾ ചെയ്യുന്ന വളം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു ഇലകൾക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഫെർട്ടിലൈസർ ഒന്നും ഇതിന് കൊടുക്കേണ്ടതില്ല കേട്ടോ. നൈട്രജൻ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. നമ്മുടെ ചാണകം കലക്കിയ വെള്ളം അങ്ങനത്തെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ വയ്ക്കുമ്പോൾ ചാണകവെള്ളം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം NPKയിൽ നൈട്രജൻ കണ്ടന്റ് കൂടിയ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ മതി കേട്ടോ. അല്ലാതെ ധാരാളം വളങ്ങളൊന്നും ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് ഈ ഫിഡിൽ ലീഫിന്റെ ഇല പിടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടർത്തി മാറ്റിയ 3-4 ഇലകൾ വെച്ചതിലാണ് ഒരെണ്ണം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇലകൾ വെച്ചിട്ട് വേണമെങ്കിലും ഫിഡിൽ ലീഫ് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നഴ്സറിയിൽ ഇതിന് ഫിഡിൽ ലീഫ് ഫിഗിന് പ്ലാന്റിന് നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വിശേഷമായിട്ട്, പുതിയൊരു കാഴ്ചയായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.